Hi, welcome to Pets and Craft. In this video, we different hanging. Wall hanging is room decor. പ്രത്യേകിച്ച് വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. എല്ലാവർക്കും ചെയ്തു നോക്കാം, വളരെ സിമ്പിൾ ആണ്. നമുക്ക് നോക്കാം അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് വീഡിയോ കാണാം. ഇതിലിപ്പോൾ ഞാൻ വാൾ ഹാങ്ങിങ് ആയിട്ട് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച ക്യാറ്റിൻ്റെ പടം ഒരു A4 ഷീറ്റിൽ വരയ്ക്കുകയാണ്. അപ്പോൾ ഞാനതിങ്ങനെ ഒരു ബ്രാഞ്ചിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പോലെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഇങ്ങനെ വരച്ചത്, പക്ഷേ എനിക്ക് ആ ക്യാറ്റ് വരച്ചപ്പോൾ എന്തോ ഒരു പെർഫെക്ഷൻ കുറവ് തോന്നി. പക്ഷെ പിന്നീട് ഞാനത് ശരിയാക്കുക ചെയ്തത്. അപ്പം ഇതാണ് നമുക്ക് വേണ്ട ഒരു രീതി. അപ്പോൾ ഞാനിതിങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ആ വയറിൻ്റെ ഭാഗം ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ആക്കിയപ്പോൾ കുറച്ചും കൂടി ഭംഗി തോന്നി. ഇനി നമുക്ക് ഒരു ഹാർഡ്ബോർഡ് പീസ് ഇതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു കാർബൺ പേപ്പർ യൂസ് ചെയ്തിട്ട് ഈ ഷേപ്പ് ഈ ഹാർഡ്ബോർഡിലേക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുക ചെയ്തത്. ഇനി എല്ലാത്തിലും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ടെക്സ്ചറൊക്കെ കിട്ടാൻ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യണ പോലെ തന്നെ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഏരിയാസിലാണോ പ്രൊജക്ഷൻ വേണ്ടത്, അതായത് കണ്ണ്, മൂക്ക്, അതിൻ്റെ കാല്, ആ പോർഷനിലൊക്കെ നമ്മൾ അതായത് കട്ടൗട്ടുകൾ വലിയ ഹാർഡ്ബോർഡ് പീസിലേക്ക് ഒട്ടിച്ചതിന് ശേഷം വേണം നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാൻ. ബ്രാഞ്ച് ഞാൻ കുറച്ച് തിക്നെസ് വേണ്ട കാരണം തന്നെ 2 എണ്ണം വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ നമുക്ക് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചിട്ട് ഇത് കംപ്ലീറ്റ് റെഡിയാക്കാം. ഇനി നമുക്ക് കറക്റ്റ് പ്ലേസസിൽ ഇതൊക്കെ വെച്ചിട്ട് ഒന്ന് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ഞാൻ ഔട്ട്ലൈൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ബ്ലാക്ക് മാർക്കർ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഔട്ട്ലൈൻസ് ഒക്കെ ഒന്നും വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നന്നായി ഡ്രൈ ആയതാണ്. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്യാം. പെയിൻറ്റ് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അക്രിലിക് കളേഴ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പേൾ കളേഴ്സാണ്. എന്നാലാണ് കുറച്ചൊരു ഷൈനിങ് ഒക്കെ ആയിട്ട് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. എനിക്ക് അക്രിലിക് പെയിൻറ്റ് അടിച്ചപ്പോൾ ഭയങ്കര ഡള്ളായ പോലെ തോന്നി. ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുള്ള കാരണം തന്നെ ഞാൻ ബ്രഷ് യൂസ് ചെയ്യുന്നില്ല. ഒരു സ്പഞ്ച് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിൽവർ പെയിൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ബ്രഷ് യൂസ് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഞാൻ കുറച്ച് സിൽവർ പെയിൻറ്റും ഇതേപോലെ ആക്കുന്നുണ്ട്. സിൽവർ കളർ പേൾ പെയിൻറ്റ് തന്നെ. അപ്പോൾ അതൊരു ഷെയ്ഡ് പോലെ ആക്കുമ്പോൾ നല്ല ഭംഗി തോന്നി. അപ്പോൾ അങ്ങനെ ചെയ്തതാണ്. പിന്നെ അതിൻ്റെ പോസിലൊക്കെ ചെറിയൊരു ഹാർട്ടൊക്കെ വരച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇട്ടുണ്ടായിരുന്ന പോലത്തെ ഔട്ട്ലൈൻസൊക്കെ ഞാൻ ഈ മാർക്കർ വെച്ചിട്ട് തന്നെയാണ് മാർക്ക് ചെയ്യണത്. പിന്നെ അതിനുശേഷം ആ ബ്രാഞ്ച് പോലെ കാണുന്നതിലും ഞാനൊരു ചെറുതായിട്ട് ഇങ്ങനെ ലൈൻസൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഐയൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഐയും ഞാൻ ഇതേപോലെ മാർക്കർ വെച്ചിട്ട് വരയ്ക്കുകയാണ് ചെയ്തത്. മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ഐസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്താലും മതി. അപ്പോൾ ആ ലീഫ് ഉണ്ടാക്കിയത് ഞാൻ ഇതേപോലെ ഒരു ഗ്രീൻ ത്രെഡ് യൂസ് ചെയ്തിട്ട് കെട്ടിയിരിക്കുക. പിന്നെ ഇത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മുകളിൽ ഇങ്ങനെ ഒരു ത്രെഡും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അടിപൊളിയായിട്ടുള്ള വാൾ ഹാങ്ങിങ് റെഡി ആയി കഴിഞ്ഞു. ഭയങ്കര സിമ്പിളാണ്. കിഡ്സിനൊക്കെ എന്തായാലും ഇഷ്ടമാവും. അവരുടെയൊക്കെ റൂം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരെണ്ണം സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റ് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൾ ആക്കി വെച്ചാൽ മതി. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് വീണ്ടും കാണാം. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.